ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മഫ്താണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. മഫ്ത എന്ന് പറയുമ്പോൾ വല്യമ്മമാരൊക്കെ ഇടുന്ന മുഖം മറച്ചിട്ടിരുന്ന ഒരു സാധനം, അതാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 2 മീറ്റർ ഒക്കെയാണ് അതിന് വേണ്ടത്. ഇപ്പോൾ തൽക്കാലമുള്ള ഒരു പീസിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചാൽ മഫ്ത എങ്ങനെ എടുക്കുക, നീർത്തി പിടിച്ചിട്ട് നേരെ ക്രോസ് ആയിട്ടിടുക. അതായത് അമ്പർല കട്ടിന് കൊടുക്കുമ്പോൾ 2 മടക്കായിട്ട് ക്രോസിലിട്ട് കൊടുക്കുക. ക്രോസിലിട്ട് ലെവലാക്കുക. കുറച്ച് നീളം വീതിയൊക്കെ വരും. ഷോള് നിങ്ങൾ കണ്ടിട്ടില്ല, ഷോളിന് അനുസരിച്ച് 2.4 2.5 മീറ്ററിലൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ 1.5 മീറ്ററേ ഉള്ളൂ. നമുക്ക് അതിൽ തൽക്കാലം ചെയ്ത് കാണിക്കണം മൊത്തം എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ അതിൻ്റെ ഈ വശത്തെ കോണ് കുറച്ച് ലെവലാക്കിയിട്ട് നമുക്കൊരു 10 ഇഞ്ച് ഒക്കെ കിട്ടണം. മുഖം ചുറ്റളവ് അതിനുള്ള ഇതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഇവിടെ ഒന്ന് ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒന്നും ചെയ്യണ്ട. ഈ അറ്റമാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യാൻ ഒന്ന് വലിച്ചിട്ടിട്ട് ഇവിടെ ഇത് നീളം കുറവാണ്, ഇത് നീളം വേണം. ഇതൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ റൗണ്ട് ചെയ്ത് ഇവിടെ കോണായിട്ട് തന്നെ വരണം. ഇങ്ങനെയാണ് വരിക. ഇത് അടിഭാഗമായിട്ട് വരിക. അപ്പം നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. മൊത്തം സ്ക്വയർ ആയിരിക്കും. ഇതാണ് മഫ്ത. റൗണ്ട് ചെയ്ത് വരണം. ഇനി നമ്മൾ ഇട്ടതുപോലെ തന്നെ ഒന്നും കൂടെ റൗണ്ട് ചെയ്തെടുത്ത ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതിമ്മ കിട്ടുക നമുക്ക് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക, വിട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ പീസ് ഇട്ടാം. ഇനി നമുക്ക് വേണ്ടത് മൊത്തം നീളം തുണി കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വേറെ അതേപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ക്രോസ് ആക്കിയിട്ട് ഒരു പീസ് എടുക്കുക. ക്രോസിൽ അതായത് നീർത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ക്രോസ് ആയിട്ട് മടക്കി എടുക്കുക. ക്രോസ് ആക്കി മടക്കി എടുത്തിട്ട് ഇതാ സ്ക്വയറിലൊരു പീസ് എടുക്കുക. സ്ക്വയറിലൊരു പീസിനെ വെട്ടിയെടുത്തു. ചെറുതായി ഇനി അതിനെ ഒന്ന് നമ്മൾ നെറ്റിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു 3 ഇഞ്ചൊക്കെ മതി, അതിൽ കൂടുതൽ വേണ്ട. ആ ക്രോസ് ചെയ്ത ഭാഗത്തിന് ഒരു 3 അടിക്കാനുള്ള 1 ഇഞ്ച് തുമ്പൂടെ കൂട്ടിയിട്ട് 4 ഇഞ്ചിൽ നമ്മൾ അതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അതായത് ഇവിടെ വിട്ടിട്ടിട്ടുണ്ട്. ഈ വിട്ടിട്ട ഭാഗത്ത് നിന്ന് ഈ വിട്ടിട്ട ഭാഗത്ത് ഇങ്ങനെ വെച്ചടിക്കണം. ഇങ്ങനെ വെച്ചടിക്കുക. അടിച്ചു കഴിയുമ്പോൾ ഇത് കോണ് ഒന്നുകൂടെ അതിൻ്റെ
ചേർത്തിക്കോളം ഇട്ടിട്ടുള്ളത്. ഇതിനെ ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തിലോട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ. മഫ്ത ഇങ്ങനെ ഒരു പീസ് തന്നെ വെട്ടിയെടുക്കുക. ക്രോസിലിട്ടിട്ട് നെറ്റിയുടെ ഭാഗം വരുന്നിടത്ത് തലയുടെ ഭാഗം വരുന്നിടത്ത് സ്ക്വയർ ആയിട്ട് ലെവലായിട്ട് വെട്ടിയെടുക്കുക. താഴ്ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് വെട്ടിയെടുക്കുക. കട്ടിങ് കഴിഞ്ഞു. ഇനി മഫ്തയുടെ സ്റ്റിച്ചിങ് കാണിച്ചു തരുന്നതാണ്.